കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ ലീഗ് അനുകൂല സെനറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് കൊടുത്തു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 2 അധ്യാപകരുടെ പത്രിക രജിസ്ട്രാർ തള്ളിയതോടെയാണ് ഗവർണറുടെ നടപടി. സിൻഡിക്കേറ്റ് ഇലക്ഷൻ ബോധപൂർവം വൈകിക്കാനാണ് യൂണിവേഴ്സിറ്റി അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 അംഗ നോമിനേറ്റഡ് സിൻഡിക്കേറ്റിന് എല്ലാവിധ അധികാരങ്ങളും കൈയാളാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് യൂണിവേഴ്സിറ്റിയിലെ 2 സീനിയർ പ്രൊഫസർമാരുടെ പത്രിക തള്ളി ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ചാൻസലറെ സമീപിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ചാൻസലറോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം മറ്റു വിവരങ്ങളും അയച്ചിരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എസ്.കെ.നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ നൽകിയിരുന്ന കോൺഗ്രസിന്റെ നേതാക്കളായിരിക്കും അധ്യാപക സംഘടന നേതാക്കളായിരിക്കുന്ന ഡോക്ടർ പി രവീന്ദ്രൻ, ഒപ്പം തന്നെ ഡോക്ടർ ടി.എൻ. വാസുദേവൻ എന്നിവരുടെ പത്രികയായിരുന്നു ഈ രജിസ്ട്രാർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ തള്ളപ്പെട്ട ആളുകൾ ഗവർണറെ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഗവർണർ ഈ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കി ഒരു ഉത്തരവിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് നിലവിൽ CPM പ്രതിനിധികൾ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ മാത്രം ഈ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ലീഗ് അനുകൂലികളായിട്ടുള്ള സെനറ്റ് അംഗങ്ങൾ ഈ നിലവിൽ ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. ഇവർ നൽകിയിരിക്കുന്ന കത്തിൽ പ്രധാനമായും പറയുന്നത് നിലവിൽ പ്രതിപക്ഷമില്ലാതെ ഇവിടെ ഒരു ഭരണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടത്താതെ ഈ VC തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി VC നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അത് ഗവർണറുടെ ഇടപെടലോട് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിവേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ് നിലവിൽ സെനറ്റ് അംഗങ്ങൾ നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള യാതൊരുവിധ നടപടികളും അല്ലെങ്കിൽ സ്റ്റേ നീങ്ങാനുള്ള യാതൊരുവിധ നടപടികളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.